ചോര കൊടുത്ത് ചോര വിറ്റ് ബണ്ണ് വാങ്ങി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മെയ് 1 ലേബർ ഡേ. ലോകം മുഴുവൻ കഠിനമായി ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആദരവ് അർപ്പിക്കുന്ന ദിവസം. ഈ സ്പെഷ്യൽ ഡേയിൽ മറ്റൊരാൾക്ക് സഹായകരമാവുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു സഹായം ചെയ്താൽ. അതെ, ഇന്ന് നമ്മൾ ചെറിയൊരു സേവനം ചെയ്യാൻ പോകുന്നു. രക്തദാനം അഥവാ ബ്ലഡ് ഡൊണേഷൻ. എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അയൺ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അസ്ലം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഞാനും കൂട്ടുവരാമെന്ന്. പുള്ളി എല്ലാ വർഷവും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത്തവണ വിചാരിച്ചു പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാം. പ്ലാസ്മ ഡൊണേഷൻ എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറയാം. നമ്മുടെ രക്തത്തിലെ ഒരു ഭാഗമാണ് പ്ലാസ്മ. ഇതിൽ പ്രോട്ടീൻസ്, ആന്റിബോഡി, ന്യൂട്രിയൻസ് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ പ്ലാസ്മ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മെഷീൻ ഒക്കെ ഉണ്ട്. അതിന്റെ പേര് അഫ്രസിസ് മെഷീൻ. ഇതിൽ നിന്ന് രക്തം എടുക്കുകയും പ്ലാസ്മ വേർതിരിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ ശരീരത്തേക്ക് തിരിച്ചു നൽകുകയും ചെയ്യും. രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ ബ്ലഡ് എടുക്കും. അതിൽ പ്ലാസ്മ കൗണ്ട് നോക്കിയതിന് ശേഷമായിരിക്കും ബാക്കി പ്രൊസീഡിങ്സ് നടക്കുക. അങ്ങനെ പ്ലാസ്മ എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 1.5 മണിക്കൂറോളം നമ്മൾ അവിടെ ഇരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ടേൺ വന്നത്. നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മലയാളി ചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. ആള് പുലിയായിരുന്നു. വന്ന് ചടപടയെന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതൊരു 45 മിനിറ്റ് മുതൽ 1 അവർ വരെ എടുക്കും. കുറച്ചു പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ. നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പറ്റുമോ, വീക്ക് ആകുമോ, അങ്ങനെയൊക്കെ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബോഡി അത് പുനർനിർമ്മിച്ചോളും. പിന്നെ കുറച്ചു പേര് നീഡിൽ പേടിയായിട്ട് ചെയ്യാത്തവരുണ്ട്. പക്ഷെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ധൈര്യത്തോടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചെറിയ സൂചി ഒന്നും അല്ലെന്നേ. നമ്മൾ ഈ രക്തം കൊടുക്കുന്നതിലൂടെ നാളെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമുക്കോ ഒരാവശ്യം വന്നാൽ അതിലൂടെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതന്നെയല്ലേ വലിയ കാര്യം. ഏതായാലും ഈ ലേബർ ഡേയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ചെറിയൊരു ഭാഗം പങ്കുവെച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാം. ഒരു പ്ലാസ്മ ഡൊണേഷൻ ഒരുപാട് ജീവനുകൾക്ക് പ്രതീക്ഷ. ഞാൻ എൻ്റെ അയൺ ഡെഫിഷ്യൻസികളെല്ലാം പരിഹരിച്ച് അടുത്ത പ്രാവശ്യം ബ്ലഡ് ഡൊണേഷന് ഉറപ്പായും നിങ്ങളുടെ കൂടെ കാണും. അങ്ങനെ നമ്മൾ ഏകദേശം 45 മിനിറ്റോളമായി. പ്ലാസ്മ ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോണറും ഭയങ്കര ഹാപ്പിയിലാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്ന ശരിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. അങ്ങനെ ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. സംഭവം കഴിഞ്ഞു. ഇതിനു വേണ്ടിയാണ് വന്നത്. മെയിൻ ഇതാണ്, എയിം ഇതായിരുന്നു. ഇത് ചോര കൊടുത്ത് ചോര വിറ്റ് ബണ്ണ് വാങ്ങി. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.